പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ ഡിസംബർ 9, 11 നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വളരെ ആകസ്മികമായിട്ടുള്ള വലിയൊരു തിരിച്ചടിയിലേക്കാണല്ലോ CPM പോയത്. CPM 10 വർഷമായി ഭരിച്ചുകൊണ്ടിരിക്കുന്നു. CPM ആകെപ്പാടെ ഒരു തവണ മാത്രമേ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തോറ്റിട്ടുള്ളൂ. 2015-ലെയും 20-ലെയും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലും CPM ആണ് വിജയിച്ചത്. 2020 തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 65% കൂടുതൽ പഞ്ചായത്തുകൾ അല്ലെങ്കിൽ പ്രദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ CPM-ന്റെ നിയന്ത്രണത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് എന്തൊക്കെ പറഞ്ഞാലും ഏറ്റവും ചുരുങ്ങിയത് 50% തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തങ്ങൾ വിജയിക്കും എന്നുള്ള ആത്മവിശ്വാസം, അമിതാത്മവിശ്വാസമാണെങ്കിൽ പോലും അത് CPM-ന് ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. UDF-നെ സംബന്ധിച്ച് പോലും ഭൂരിപക്ഷം കിട്ടുമെന്നൊന്നുമുള്ളൊരു പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നില്ല. കാരണം അവർ പരമ ദുർബലമായിരുന്നു. തമ്മിലടി ഉണ്ടായിരുന്നു, അവരുടെ പാർട്ടി സംഘടന ദുർബലമായിരുന്നു. അങ്ങനെ ഒരുപാട് നെഗറ്റീവ്സ് അവർക്കും ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് കാലത്ത് CPM കൊണ്ടുവന്ന വിഷയത്തിൽ പെട്ട് കിടക്കുകയായിരുന്നു UDF. ശബരിമല പെരുങ്കുളമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും വ്യാപകമായിട്ട് സുസംഘടിതമായി അവർക്ക് വലിയ പ്രചരണമൊന്നും നടത്താൻ അവർക്ക് കഴിഞ്ഞിരുന്നുമില്ല. അങ്ങനെ കഴിയാതിരുന്നിട്ടും വളരെ സമഗ്രവും സുസംഘടിതവുമായിട്ടുള്ള ഒരു വിജയം UDF-ന് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായി. നമുക്കറിയാം, 2020 തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷനിലും പിന്നെ ബ്ലോക്കിലും ജില്ലാ പഞ്ചായത്തിലും ഒക്കെ സമഗ്രമായിട്ടുള്ള വിജയമായിരുന്നു LDF-ന് ഉണ്ടായിരുന്നു. മുനിസിപ്പാലിറ്റിയിൽ മാത്രം ചെറിയൊരു മുൻതൂക്കം UDF-ന് ഉണ്ടായിരുന്നു. ഇപ്പോൾ കോർപ്പറേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കണ്ണൂർ കോർപ്പറേഷൻ മാത്രമാണ് കോൺഗ്രസിനുണ്ടായിരുന്നത്. പഞ്ചായത്തിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 550-600 പഞ്ചായത്തുകൾ അടുത്ത് പിന്നെ കോൺഗ്രസ് CPM-നുണ്ടായിരുന്നു. പിന്നെ ഏതാണ്ട് 900 ചില്ലുവാനം പഞ്ചായത്തുകൾ. അപ്പോൾ വലിയ സമഗ്രമായിട്ടുള്ള ഒരു ഇതായിരുന്നു. എന്ന് മാത്രമല്ല, ആയിരക്കണക്കിന് കോടി രൂപ താഴെത്തട്ടിൽ CPM-ന്റെ പഞ്ചായത്തുകളിലൂടെയൊക്കെ ഇങ്ങനെ ചെലവഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 10 വർഷമായിട്ട് ഭരണമുള്ളതുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ടും വലിയ തുക താഴെത്തട്ടിൽ ചെലവഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ കോൺഗ്രസ് ദുർബലവും കൂടി ആയതുകൊണ്ട് ഏറ്റവും ചുരുങ്ങിയത് 50% തങ്ങൾക്ക് കിട്ടും എന്നതായിരുന്നു CPM-ന്റെ പ്രതീക്ഷ. എന്നാൽ അതെല്ലാം പരിപൂർണമായി അട്ടിമറിച്ചുകൊണ്ട് എല്ലാ തലത്തിലും UDF വളരെ ശക്തമായിട്ടുള്ള മുന്നേറ്റം നടത്തിയതാണ് നമ്മൾ കണ്ടത്. കോർപ്പറേഷൻ ഇപ്പോൾ ഒരെണ്ണം മാത്രമാണ് CPM-നുള്ളത്. ജില്ലാ പഞ്ചായത്ത് 7 എന്ന് പറയുമ്പോൾ നേരത്തെ 2 കോൺഗ്രസിനുണ്ടായിരുന്നു, ഇപ്പോൾ 7 മുനിസിപ്പാലിറ്റിയിലും ബ്ലോക്കിലും ഒക്കെ തന്നെ വലിയ വിജയം നേടി. 2020 ഏതാണ്ട് 550 പഞ്ചായത്താണ് CPM-നുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഏതാണ്ട് 600 പഞ്ചായത്തുകളോളം UDF-നുണ്ട് എന്നുള്ള നിലപാട്. അപ്പോൾ വലിയ ശക്തമായിട്ടുള്ളൊരു വിജയം UDF-നുണ്ടായി. സുഹൃത്തുക്കളെ, ആ വിജയത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളെല്ലാം സംസ്ഥാന കേന്ദ്രീകൃതമായിരുന്നു എന്നുള്ളത് ഇപ്പോൾ എല്ലാവരും അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. ശബരിമല പെരുങ്കൊള്ള, പിണറായി വിരുദ്ധ വികാരം, സർക്കാർ വിരുദ്ധ വികാരം, പിണറായി വിജയൻ പിന്നെ വെള്ളാപ്പള്ളി നടേശനുമായി നടത്തിയ കൂട്ടുകെട്ട്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംസ്ഥാന തലത്തിലുള്ളതാണ് UDF-ന്റെ വിജയത്തിന് കാരണമായത് എന്നുള്ളത് വളരെ കൃത്യമായി ഇപ്പം എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഒരുപക്ഷെ പിണറായി വിജയനും ഗോവിന്ദനും ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ബോധ്യമായിട്ടുണ്ട്. സുഹൃത്തുക്കളെ, എനിക്ക് സൂചിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം, ഇതിനൊക്കെ അപ്പുറത്ത് LDF-ന്റെ സമഗ്രമായിട്ടുള്ള പരാജയത്തിന് ഇടയാക്കിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അത് വ്യാപകമായിട്ടുള്ള ചർച്ചകൾക്ക് വിഷയീഭവിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ആ വിഷയം എടുത്ത് ഇവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഈ നേരത്തെ പറഞ്ഞ സംസ്ഥാനതല വിഷയങ്ങളോടൊപ്പം തന്നെയോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ LDF-ന്റെ പരാജയത്തിന് കാരണമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് LDF-ന്റെ പരമ്പരാഗത അണികളിൽ ഉണ്ടായിട്ടുള്ള മനം മാറ്റമാണ്. അതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതായത് 10-35%, 35 മുതൽ 40 വരെ ശതമാനം വോട്ടാണല്ലോ CPM-നുള്ളത്, അല്ലെങ്കിൽ ഒരു 30 മുതൽ 35 വരെയെങ്കിലും. ആ വിഭാഗത്തിനിടയിൽ LDF-നെതിരെ ഉണ്ടായിട്ടുള്ള ഒരു മാറ്റം, ഒരു ട്രാൻസ്ഫോർമേഷൻ, അവരിൽ നിന്നുണ്ടായിട്ടുള്ളൊരു വോട്ട് ചോർച്ച, അതാണ് LDF-നുണ്ടായിട്ടുള്ള പരാജയത്തിൻ്റെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള കാരണങ്ങളിലൊന്ന് എന്ന് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇപ്പോൾ CPM കുറേ കണക്കുകളൊക്കെ ആയിട്ട് രംഗത്ത്, അതൊക്കെ പൊട്ട കണക്കുകളാണ്. അതൊക്കെ അവർ ചില സ്ഥലത്ത് 2010 താരതമ്യം ചെയ്യും. എന്തൊരു അബദ്ധമാണത്. 2015-നും 20-നും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പെടുന്നില്ലേ, പക്ഷേ 10 താരതമ്യം ചെയ്യും. ഗോവിന്ദൻ വന്നിട്ട് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിട്ടാണ് താരതമ്യം ചെയ്യാൻ വല്ല അർത്ഥമുണ്ടോ സുഹൃത്തുക്കളെ? കാരണം ഒരു സീറ്റ് മാത്രമാണ് 2024 കിട്ടിയത്.
ആ 24 കിട്ടിയ വോട്ടും ഇപ്പോഴത്തെ വോട്ടും തമ്മിലൊക്കെ താരതമ്യം ചെയ്യാൻ ശുദ്ധ അസംബന്ധമല്ലേ? ഒന്നുകിൽ 2020 പഞ്ചായത്ത് തിരഞ്ഞെടുപ്പായിട്ട് അതിലെ വോട്ടുകളുമായി താരതമ്യം ചെയ്യുക, അല്ലെങ്കിൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പുമായിട്ട് താരതമ്യം ചെയ്യുക. ഇത് രണ്ടുമായിട്ടല്ലേ താരതമ്യം ചെയ്യുന്നത്? അതിൽ ഏറ്റവും സമഗ്രമായിട്ടുള്ള താരതമ്യം എന്ന് പറഞ്ഞാൽ 2020 പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും 2025 പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായിട്ട് താരതമ്യം ചെയ്യുക ഒന്നുകിൽ, അല്ലെങ്കിൽ 2025 പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പുമായിട്ട് താരതമ്യം ചെയ്യുക. കാരണം വെച്ചാൽ ഇനി വരാൻ പോകുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പാണല്ലോ. അപ്പോൾ ഈ രണ്ട് താരതമ്യങ്ങൾ നടത്തുന്നതിന് പകരം 2010 പൊട്ടൻ മുരപ്പൊട്ടത്തരമാണ് താരതമ്യം എന്നാലോചിച്ചു, അതുമായിട്ട് താരതമ്യം ചെയ്യും. പിന്നെ 2024 ഏറ്റവും വലിയ പരാജയം സംഭവിച്ച സമയത്തെ വോട്ട് ശതമാനമായിട്ട് അതാണ് CPM ചെയ്തുകൊണ്ടിരിക്കുന്നത്. അബദ്ധ പഞ്ചാംഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. യഥാർത്ഥത്തിൽ CPM-നുണ്ടായിട്ടുള്ള അല്ലെങ്കിൽ LDF-നുണ്ടായിട്ടുള്ള ഈ സമഗ്ര പരാജയത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ഇടതുപക്ഷ വോട്ടിൽ വന്നിട്ടുള്ള ചോർച്ചയല്ലേ സുഹൃത്തുക്കളെ? CPM-ന് പരമ്പരാഗതമായി വർഗപരമായി കിട്ടുന്ന വോട്ട് ബാങ്കിൽ ഉണ്ടായിട്ടുള്ള ചോർച്ചയല്ലേ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം? അതിൻ്റെ തെളിവ് എത്ര സ്ഥലത്ത് നമുക്ക് കാണാൻ കഴിയും? അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു റിസൾട്ട് ഉണ്ടായത് കൊല്ലത്തല്ലേ? വളരെ സുസംഘടിതമായിട്ടുള്ള ശക്തമായിട്ടുള്ള CPM സ്വാധീനമുള്ള ഒരു സ്ഥലമല്ലേ കൊല്ലം ജില്ല? അവിടെ ബഹുഭൂരിപക്ഷം പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും എല്ലാ CPM-നായിരുന്നു. ഈ 2021 നടന്ന തെരഞ്ഞെടുപ്പിൽ ഒരു മണ്ഡലത്തിൽ മാത്രമാണ് UDF-ന് ജയിക്കാൻ കഴിഞ്ഞത്, കുണ്ടറ മണ്ഡലത്തിൽ PC വിഷ്ണുനാഥ്. ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും CPM അല്ലേ ജയിച്ചത്. ഈ മുകേഷിനെ പോലുള്ള കൂറ സ്ഥാനാർത്ഥികൾ പോലും ജയിച്ച ജില്ലയല്ലേ കൊല്ലം ജില്ല? ആ കൊല്ലം ജില്ലയിൽ ബഹുഭൂരിപക്ഷം പഞ്ചായത്തുകൾ, ബഹുഭൂരിപക്ഷം മുനിസിപ്പാലിറ്റികൾ, ബഹുഭൂരിപക്ഷം ബ്ലോക്കുകൾ, ആ ജില്ലയിൽ ആദ്യമായി വന്ന കോർപ്പറേഷൻ, ആദ്യമായിട്ടാണ് കൊല്ലം കോർപ്പറേഷൻ വരുന്നത്, അതുപോലും UDF ജയിച്ചില്ലേ? സ്വപ്നത്തിൽ വിചാരിച്ചതാണോ CPM അവിടെ തൃശ്ശൂർ കോർപ്പറേഷനിൽ തോക്കുമെന്ന്? അതെങ്ങനെയാണ് സംഭവിച്ചത്? അത് സംഭവിച്ചതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഞാൻ വിശ്വസിക്കുന്നത് CPM-ൻ്റെ പരമ്പരാഗത വോട്ട് ബാങ്കിൽ ഉണ്ടായിട്ടുള്ള ചോർച്ചയാണ് കൊല്ലത്ത്. ഇനി കണ്ണൂർ നമ്മൾ എടുക്കുക. കണ്ണൂർ ചെറിയ ആധിപത്യം CPM നിലനിർത്തിയെങ്കിൽ പോലും പതിറ്റാണ്ടുകളായി CPM ഭരിച്ചുകൊണ്ടിരുന്ന എത്ര പഞ്ചായത്തുകളിലാണ് CPM ഇത്തവണ തോറ്റത്? 30-40 വർഷം ഭരിച്ചുകൊണ്ടിരുന്ന പഞ്ചായത്തുകളിൽ പോലും CPM ഇത്തവണ തോറ്റു, കോർപ്പറേഷനിൽ തോറ്റു. ഒരുപാട് മുനിസിപ്പാലിറ്റികളിലും ഒക്കെ ഈ പറഞ്ഞ പോലെ ഞെട്ടിക്കുന്ന വിജയം UDF-നുണ്ടായി. എങ്ങനെ ഉണ്ടായി? അവിടുത്തെ CPM അണികൾ CPM-നെ ഡെസേർട്ട് ചെയ്തു, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഡെസേർട്ട് ചെയ്തു. ഇനി നമ്മൾ ആലപ്പുഴയിലേക്ക് വന്ന സുസംഘടിതമായിട്ടുള്ള പാർട്ടിയുള്ള സ്ഥലമല്ലേ ആലപ്പുഴ? അവിടെയും ബഹുഭൂരിപക്ഷം പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും ബ്ലോക്കുകളും ഒക്കെ CPM-ന് നഷ്ടപ്പെട്ടില്ലേ? ജില്ലാ പഞ്ചായത്തിൽ തന്നെ എടുക്കുക. ജില്ലാ പഞ്ചായത്തിൽ കഴിഞ്ഞ 2 ഉള്ളായിരുന്നു, ഇത്തവണ 5 ആയില്ലേ? അല്ല, ഇത്തവണ 7 ആയില്ലേ? 5 ജില്ലകൾ കൂടുതൽ കിട്ടിയില്ലേ? അതിൻ്റെയും പ്രധാനപ്പെട്ട കാരണം CPM-ൻ്റെ വോട്ട് ബാങ്കിൽ ഉണ്ടായിട്ടുള്ള ചോർച്ചയല്ലേ? ഇടുക്കി എടുക്കുക, അവിടെയൊക്കെ തന്നെ അതാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് CPM-ൻ്റെ പരമ്പരാഗത വോട്ട് ബാങ്കിൽ ഉണ്ടായിട്ടുള്ള ചോർച്ച നിർണായകമായിട്ടുള്ള ഒരു ഘടകമായിരുന്നു ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എന്ന് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയണം. ശബരിമല പെരുങ്കുള്ള CPM-ൻ്റെ വോട്ട് ബാങ്കിനെ ബാധിച്ചിട്ടുണ്ട്. സർക്കാർ വിരുദ്ധ വികാരം CPM-ൻ്റെ വോട്ട് ബാങ്കിനെ ബാധിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായി CPM വോട്ട് ബാങ്കിനെ ബാധിച്ചിട്ടുള്ള വികാരമാണ് പിണറായി വിരുദ്ധ വികാരം. ഇനി പിണറായി വിജയൻ വേണ്ട എന്നാണ് CPM-ൻ്റെ വോട്ട് ബാങ്ക് തീരുമാനിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പിണറായി വിജയൻ ഈ കേന്ദ്ര കമ്മിറ്റിയുടെ തീരുമാനങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട് ആ വൃത്തികെട്ടവനായിട്ടുള്ള ആ വെള്ളാപ്പള്ളി നരേശനുമായി നടത്തുന്ന പരസ്യമായിട്ടുള്ള ഇടപെടലൊക്കെ CPM-ൻ്റെ അണികളെ ചെറുതായിട്ടല്ല ബാധിച്ചിട്ടുള്ളത്, വളരെ വലുതായിട്ടാണ് ബാധിച്ചിട്ടുള്ളത്. അയാളുടെ ഈ വർഗീയമായിട്ടുള്ള സമീപനങ്ങൾ, അയാളുടെ അഴിമതി, അയാളുടെ ഈ പറഞ്ഞ പോലെ എല്ലാ നിക്ഷിപ്ത താല്പര്യക്കാരുമായിട്ടുള്ള അയാളുടെ ഇടപെടൽ, അതൊക്കെ CPM-ൻ്റെ വോട്ട് ബാങ്കിനിടയിൽ ഉണ്ടാക്കിയിട്ടുള്ള പ്രശ്നങ്ങൾ വളരെ വളരെ വലുതാണെന്ന് നമ്മൾ കാണും. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഈ BN ഹസ്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു CPM നിരീക്ഷകൻ. വർഷങ്ങളായി CPM-നെ എന്ത് വൃത്തികേട് കാണിച്ചാലും എന്ന് ന്യായീകരിക്കുന്ന അയാൾക്ക് പോലും ഇപ്പോൾ CPM-നെ എതിർക്കേണ്ടി വന്നിരിക്കുന്നു. അതൊക്കെ ഈ CPM-ൻ്റെ അണികളിൽ ഉണ്ടായിട്ടുള്ള മാറ്റത്തിൻ്റെ പ്രതിഫലനമാണ്. ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിട്ടുള്ള പത്മകുമാർ 2 മാസമായിട്ട് ജയിലിൽ കിടക്കുന്നു, ഗൂഢാലോചനയിൽ പങ്കാളിയായി ജയിലിൽ കിടക്കുന്നു, അയാളെ പുറത്താക്കാൻ തയ്യാറാവുന്നില്ല. അതൊക്കെ CPM-ൻ്റെ അണികളെ വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട്. ശബരിമല പെരുങ്കുള്ള CPM-ൻ്റെ അണികളിലെ സ്ത്രീകളെ വളരെ ദോഷകരമായി ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഈ 9-11 തെരഞ്ഞെടുപ്പ് തീയതികളിൽ നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ
വമ്പൻ വിജയം UDF ഉണ്ടായെങ്കിൽ അല്ലെങ്കിൽ വമ്പൻ തിരിച്ചടി LDF ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ CPM-ന്റെ അടിസ്ഥാന അണികൾ വഹിച്ചിട്ടുള്ള വലിയ പങ്ക് ഒരു കാരണവശാലും നമ്മൾ കാണാതെ പോകരുത് എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് സൂചിപ്പിക്കാനുള്ളത്.